ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു മാംഗോ ചീസ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ബേക്കിംഗ് ഒന്നും ചെയ്യാണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. അപ്പോൾ ഞാനത് ഓരോന്നായിട്ട് പറയാം. അപ്പോൾ അതിന് മുന്നേ നമ്മളിത് സെറ്റ് ചെയ്തിട്ടെടുക്കാനായിട്ട് ഇതുപോലെ ബോട്ടം പോർഷൻ ഇതുപോലെ മൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പാത്രമാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് അൺമോൾഡ് ചെയ്തിട്ടെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ്. അപ്പോൾ ഇതുപോലത്തെ പാത്രമാണ് കേട്ടോ ചീസ് കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നല്ലത്. അപ്പോൾ ഇതിൽ 3 ലെയറാണുള്ളത്. ബേസായിട്ട് നമ്മൾ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് യൂസ് ചെയ്യണത്. ഞാൻ ഇപ്പോൾ മാരിഗോൾഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ജെലാറ്റിൻ ഞാൻ യൂസ് ചെയ്യുന്നില്ല, അതിന് പകരം ജെല്ലിയാണ് യൂസ് ചെയ്യണത്. മാംഗോ ഫ്ലേവറുള്ള ഒരു ജെല്ലിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പാക്ക് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ബേസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ബട്ടറും അതുപോലെ തന്നെ ആ ഒരു ബിസ്ക്കറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ബട്ടർ അല്ലെങ്കിൽ മാർഗറിൻ എടുത്താലും മതി. പിന്നെ നമുക്ക് ചീസിൻ്റെ ആവശ്യമുണ്ട് സെക്കൻഡ് ലെയറിൽ. ഇപ്പോൾ ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. ട്രയാങ്കിൾ ടൈപ്പോ അല്ലെങ്കിൽ സ്ക്വയർ ടൈപ്പോ ഒക്കെ എടുക്കാം കേട്ടോ. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ആവശ്യമുണ്ട്. വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീം പൗഡറാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സാധാ ക്രീം വേണമെങ്കിൽ അതും എടുക്കാം. പിന്നെ മാംഗോ ഫ്ലേവറിനായിട്ട് പ്യൂരി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു മാംഗോ നമുക്ക് ചെറിയ ഗ്രൈൻഡർ ജാറിൽ വെള്ളമൊന്നും ഒഴിക്കാതെ അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയറിനായിട്ട് ഈ ഒരു ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് നമുക്കതൊരു മിക്സിയുടെ ജാറിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് പ്രോസസ്സറിലോ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് നല്ല തരിയായിട്ട് പൊടിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ടിട്ടത് ഞാൻ ഫുഡ് പ്രോസസ്സറിൽ യൂസ് ചെയ്യുന്ന കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് കാഷ്യൂ നട്ട്സോ ബദാമോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ബേസിന്. അപ്പോൾ ഞാനിപ്പം ഒരു 10 കാഷ്യൂ നട്ട്സ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതൊരു വലിയൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ബട്ടർ എല്ലാം എടുത്തിട്ടുള്ള മാർഗറിനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇത് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് മൈക്രോവേവ് ചെയ്തെടുത്തിട്ട് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കേക്ക് ടിൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ബട്ടർ ഷീറ്റൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ബട്ടർ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. എല്ലാ സൈഡിലേക്കും ബട്ടർ എത്തുന്ന വിധത്തിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ അളവിലാണ് ബട്ടർ അല്ലെങ്കിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നല്ലപോലെ നനഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ബട്ടർ ബിസ്ക്കറ്റിൻ്റെ എല്ലാ ഭാഗത്തേക്കും. ഇനി നമുക്കൊരു സ്പാച്ചുല വെച്ചിട്ട് ഇതൊന്ന് നല്ലതൊന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കണം. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി. ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു ഫസ്റ്റ് ലെയർ സെറ്റായിട്ട് കിട്ടും. നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം സെക്കൻഡ് ലെയറിനുള്ള പരിപാടികൾ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ജെല്ലി പാക്കാണ്. ഈ ഒരു പാക്കിൽ ഒരു 3/4 പോർഷൻ നമുക്ക് ആവശ്യമായിട്ട് വെക്കണം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ ജെല്ലി പൗഡർ എടുത്തിട്ട് അത് കുറച്ച് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൈക്രോവേവ് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഡിസോൾവ് ആയിട്ട് കിട്ടും. നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാംഗോ പ്യൂരിയിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഇതിൽക്കൊന്ന് ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വെക്കാം. അപ്പോൾ ഇത് നമ്മൾ മിക്സ് ആക്കി വെക്കുന്നത് ആ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു മിക്സ്ചറിലേക്ക് ഇത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മാംഗോ പ്യൂരി ഡയറക്റ്റ് വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീമിനായിട്ട് ഞാനിവിടെ പൗഡറാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോർമൽ ഡയറക്റ്റ് ആയിട്ടുള്ള ക്രീമോ ആണെങ്കിൽ ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു പാക്കിലെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അത് മുന്നേ ഇട്ടിട്ടുള്ള കേക്കിൻ്റെ വീഡിയോസിലൊക്കെ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട് പൗഡർ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ 1/2 കപ്പാണ് ഒരു സാഷയ്ക്ക് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം.
അത്യാവശ്യം നന്നായിട്ട് ബീറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്രീം ചീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ക്രീം ചീസൊക്കെ നമ്മൾ ബീറ്റ് ചെയ്യാനായിട്ട് മുന്നേ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കണം. 3, 4, 5 ക്യൂബ്സ് വരെ ഇതിലേക്ക് ഇടാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇടാം കേട്ടോ. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം. ഞാൻ അപ്പോൾ ഒരു 1/4 കപ്പ് അളവിലാണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 3 ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എല്ലാം നല്ല പോലെ ഒന്ന് കമ്പൈൻ ആയിട്ട് വരണം. അപ്പോൾ ക്രീം ചീസിൻ്റെ അളവ് ഇതിൽ ഞാൻ കുറവാണ് ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് കമ്പൈൻ ആയിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ജെല്ലിയുടെയും അതുപോലെ തന്നെ മാംഗോ പ്യൂരിയുടെയും ആ ഒരു മിക്സ്ചർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ടൈഗറിൻ്റെ മാംഗോ എക്സെൻസിനും കൂടി ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. നല്ലൊരു ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് യെല്ലോ കളറൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു എസൻസ് തന്നെയാണ് കേട്ടോ അത്. ഇപ്പോൾ ഇതാ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാം യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഒരു ബിസ്ക്കറ്റ് ലെയറിൻ്റെ മേലിൽ കൂടെ ഈ ഒരു ചീസ് ലെയറും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് മൊത്തത്തിൽ 8 ഇഞ്ചിൻ്റെ പാനിലാണ് ചെയ്യണത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ 2 പാനിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്തിട്ടെടുക്കാം. അതല്ല ഗ്ലാസ്സിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതായത് മൊത്തത്തിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് ഒന്ന് ലെവലാക്കിയിട്ട് എടുക്കുക. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. ഇനി ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് ഞാൻ ചെയ്യണത്. അപ്പോഴാണ് നല്ല ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഫ്രിഡ്ജിൽ താഴെ വെച്ചിട്ടാണ് കേട്ടോ, നമ്മൾ ഫ്രീസറിലല്ല വെക്കുന്നത്, താഴെ വെച്ചിട്ടാണ് ഓവർനൈറ്റ് സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒന്ന് ലെവൽ ചെയ്തിട്ട് കൊടുക്കുക. പിറ്റേന്ന് നമുക്ക് രാവിലെ നല്ല അടിപൊളി കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു ചീസിൻ്റെ ആ ഒരു ലെയർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് 3rd ലെയർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അത് മാംഗോൻ്റെ ഒരു ലെയറാണ് കൊടുക്കുന്നത്. മാംഗോ പ്യൂരി വെച്ചിട്ടോ അല്ലെങ്കിൽ മാംഗോ ജ്യൂസ് വെച്ചിട്ടോ ഒക്കെ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടെടുക്കുന്നത് മാംഗോ ജ്യൂസ് വെച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ജെല്ലി പൗഡർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഈ 2 ടേബിൾ സ്പൂൺ ജെല്ലി പൗഡർ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടെടുക്കുക. ചെറിയ ചൂടുവെള്ളമാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ ഒരു 250 ml ഒക്കെ ഒരു ജ്യൂസിൻ്റെ ബോട്ടിൽ വാങ്ങിച്ചാലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ജ്യൂസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അതിലേക്ക് ഈ ഒരു ജെല്ലിയുടെ മിക്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഈ ഒരു കൂട്ടാണ് നമ്മൾ മേലത്തെ ലെയറായിട്ട് കൊടുക്കുന്നത്. അപ്പം ഫ്രഷ് പ്യൂരി അല്ലെങ്കിൽ ഫ്രഷ് മാംഗോ അവൈലബിൾ ആയിട്ടുള്ളവർ ഒട്ടും വെള്ളം ചേർക്കാണ്ട് അല്ലെങ്കിൽ കുറഞ്ഞ വെള്ളത്തിൽ അടിച്ചിട്ടെടുത്തിട്ട് ആ ഒരു ജെല്ലി മിക്സ് ആഡ് ചെയ്താൽ മതി. ഇതുപോലെ സ്പൂൺ ഇങ്ങനെ വെച്ചിട്ട് ഒഴിക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആ ഒരു പെട്ടെന്ന് അങ്ങോട്ട് ഡയറക്റ്റ് ഏൽക്കാണ്ട് എല്ലാ സൈഡിലേക്കും നമുക്ക് എത്താനായിട്ട് പറ്റും. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് എടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും. ഒരു 2 ഹവറിനുള്ളിൽ തന്നെ നമുക്ക് താഴെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ സെറ്റാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ബേക്കിംഗ് ഒന്നും ചെയ്യാത്ത നല്ല അടിപൊളി ഒരു ചീസ് കേക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പാർട്ടിക്കൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്പെഷ്യലായിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡെസേർട്ട് ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ.